അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇതിൽ എഴുതുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നോടൊന്നും വ്യത്യാസമല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ആർഗൺ വലുതിൽ നിന്ന് തുടങ്ങുന്നതാണ് എനിക്ക് എളുപ്പം. അപ്പം ഒന്ന് കുറച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ ആദ്യം തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. ഒരു എളുപ്പക്കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ഏറ്റവും അവസാനത്തെ ഇതിൽ നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കേണ്ടത്, 3s2. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് ഓർബിറ്റലാണെന്ന് നോക്കുക. എസ് ഓർബിറ്റലാണ്. ഇനി നിങ്ങൾ നോക്കുക അതിൻ്റെ മുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. എസ്സിന് ശരിക്കും 2 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എസ്സിന് ശരിക്കും 2 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഇത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു ഓർബിറ്റലാണ്. അങ്ങനെ അവസാനിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും എന്നറിയാമോ? ഇതായിരിക്കും 1s0. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി മഗ്നീഷ്യത്തിന് മനസ്സിലായി, കാരണം ഫുള്ളി ഫിൽഡ് ആണ്, അതുകൊണ്ട് 1s0 ആണ്. 1 മൾട്ടിപ്ലിസിറ്റി വരുന്ന ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം 0 ആകുന്ന എല്ല് 0 ആകുന്ന, അപ്പോൾ എല്ലും 0 ആണ്, എസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലും 0, ജെ 0, മൾട്ടിപ്ലിസിറ്റി 1 ആവുന്ന സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി അടുത്തത് അലൂമിനിയത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 3p1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ എൽ എത്രയാണെന്നറിയാം. എൽ 1 ആണ്, കാരണം പി ആയതുകൊണ്ട്. എസ് എന്ന് പറയുന്നത് എന്താണെങ്കിലും ഇവിടെ ഹാഫ് ആയിരിക്കും. എസ് ഹാഫ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ, അപ്പോൾ 1 × 1/2 എന്ന് വെച്ചാൽ ഹാഫ് തന്നെയാണ്. അപ്പം ഹാഫായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ജെ ആണ് കാണേണ്ടത്. അപ്പോൾ ജെ കാണാനായിട്ട് എൽ ±s ഉണ്ട്. ഇവിടെ പി എന്ന് പറയുന്ന പിയിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. 6 ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. ഹാഫിനേക്കാട്ടിലും കുറവ് ഇലക്ട്രോൺ ആണോ ഉള്ളത്. അതുകൊണ്ട് L - S ആയിരിക്കും ജെ എന്ന് പറയുന്നത്. 1 - 1/2 ആയിരിക്കും. അപ്പം അതെന്ന് പറയുന്നത് ആക്ച്വലി 1/2 തന്നെയാണ്. അപ്പോൾ എല്ലാം കിട്ടിയല്ലോ, എല്ലും എസ്സും എല്ലാം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് 1 ആണ്, അതിൻ്റെ അർത്ഥം പി. ജെ എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി മൾട്ടിപ്ലിസിറ്റി എഴുതാനായിട്ട് 2s+1 ആണ്. എസിൻ്റെ അവിടെ ഹാഫ് ഇട്ട് കൊടുത്താൽ 2 എന്ന് കിട്ടും. അപ്പോൾ അലൂമിനിയത്തിൻ്റെ കിട്ടി, ഗ്രൗണ്ട് സ്റ്റേറ്റ് കിട്ടി, 2p½ എന്ന് കിട്ടി. അടുത്തത് ക്ലോറിനാണ്. ക്ലോറിൻ്റെ 3p5 ആണ്. ഇതിൻ്റെ എസ് എപ്പോഴും ഹാഫ് ആയിരിക്കും. അതായത് ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ആറ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം നമുക്ക് വെറുതെ ഇങ്ങനെ 3d2 എന്നൊക്കെ അങ്ങനെ നമുക്ക് കോൺഫിഗറേഷൻ തന്നിട്ട് സ്പിന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ ബോക്സ് വരച്ച്, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ബോക്സ് വരച്ചിട്ട്. അത് പ്രത്യേകം ഒന്ന് ഓർത്തോണം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് മഗ്നീഷ്യം, അലൂമിനിയം എന്നൊക്കെ എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബോക്സ് ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ അങ്ങ് സോൾവ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ എസ് ഹാഫാണ്. എൽ പി ആയതുകൊണ്ട് എൽ 1 ആണ്. ജെ എന്ന് പറയുന്നത് നോക്കിയേ 5 ആണ്. 5 എന്ന് വെച്ചാൽ എന്താണ്? മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ് ഏതായാലും. അപ്പോൾ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആകുമ്പോൾ L+S എടുത്താൽ മതി. അപ്പോൾ എസ് ഹാഫ്, എൽ, ജെ എന്ന് പറയുന്നത് L+S എടുക്കുക. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോറിൻ്റെ എടുത്തു. ക്ലോറിൻ്റെ 3p5 ആണ്. അപ്പം നമ്മൾ ക്ലോറിൻ എന്നൊക്കെ എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് വരയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം ഇപ്പോൾ 3d5 അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് എന്തെങ്കിലും സിമ്പിളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബോക്സ് വരച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടി ചെയ്ത പോലെ ചെയ്യണം. ഇവിടെ ഏതായാലും എസ് ഹാഫായിട്ട് എടുത്താൽ മതി. ക്ലോറിൻ, മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതാണ് മിസ് എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ക്ലൂ പറഞ്ഞു തരുന്നത്. അങ്ങനെ ആറ്റത്തിൻ്റെ പേരുകളൊക്കെ തരുന്ന കേസുകളിൽ നമ്മൾ എസ് ഹാഫായിട്ടൊക്കെ എടുത്ത് അങ്ങ് പോയാൽ മതി. ബോക്സിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലും എസ്സും എഴുതി. എൽ എന്ന് പറയുന്നത് പി ആയതുകൊണ്ട് എല്ല് 1, ജെ എന്ന് പറയുന്നത് p⁶ ആണ്. അതായത് പി എന്ന് പറയുന്നത് 6 എണ്ണത്തെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. 6ൻ്റെ പകുതി 3, അപ്പം പകുതിയെക്കാട്ടിലും കൂടുതൽ ഒക്യുപ്പൈ ചെയ്തേക്കുന്നതുകൊണ്ട് ജെയുടെ വാല്യൂ L+S ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈൻ സ്ട്രക്ചർ കിട്ടും. അടുത്തത് ആർഗൺ അല്ലേ ഇനിയും ചെയ്യേണ്ടത്? ആർഗൺ. ഇപ്പോൾ ആർഗണിലേക്ക് വന്നു കഴിയുമ്പോൾ ആർഗൺ 18 ആണ്. ആർഗൺ 18ൻ്റെ ഔട്ടർ ഷെൽ എത്രയാണ്? ആർഗൺ ആദ്യം എഴുതിയതല്ലേ, ആർഗൺ 3p6 ആണ്. ഇതിൻ്റെ തന്നെ ഒന്ന് പറയാമോ മക്കളെ? വളരെ ശ്രദ്ധയോടെ ചെയ്യണം. 3p6ൻ്റെ വളരെ സിമ്പിളാണ്. എൻ്റെ മക്കളൊന്ന് നോക്കിയേ. 3p6 പി ആണ്. പി എന്ന് വെച്ചാൽ L 1 ആണ്. പിക്കകത്ത് 6 എണ്ണത്തിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. 6 ഇലക്ട്രോണും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും 1s0. അതായത് അതിൻ്റെ ജെയും എല്ലും 0 ആയിരിക്കും. മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെ എസ്സും 0 ആയിരിക്കും. അതുകൊണ്ടല്ലേ മൾട്ടിപ്ലിസിറ്റി 1 ആയി. 2s+1 2 × 0 ആയി. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ 0 ആണെന്നുള്ള കൺസിഡറേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടീസ് ചെയ്തേക്കണേ. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റാണ്. 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ 22Ti ഈസ് AR
3d2 4s2 എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ് തന്നേക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരുന്നു കാണാൻ പഠിച്ചത്. ഇവിടെ ഓൾറെഡി തന്നേക്കുവാണത്. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റാണ് സ്റ്റാൻഡേർഡ് സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ അനുസരിച്ച് പോസിബിൾ ആവാത്തതെന്നാണ് ചോദ്യം. അതായത് ഇത്രയും ഓർത്താൽ മതി, 3d2 4s2 സ്റ്റേറ്റിൽ ഈ ഓപ്ഷൻസിൽ ഏതാണ് ഈ നൊട്ടേഷൻസ് പോസിബിൾ ആവാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണാൻ പഠിച്ചു. കുറേ നൊട്ടേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനും പഠിച്ചു. ഇവിടെ അതൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് പോസിബിളായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഇല്ലാത്ത കോൺഫിഗറേഷൻ ഏതാണ് പോസിബിളായി? ഇത്രയും നേരം കോൺഫിഗറേഷൻ തന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നു, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗിവണായിട്ട് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ചാൻസ് ഇല്ലാത്ത കോൺഫിഗറേഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മുടെ സ്റ്റേറ്റായിട്ട് ഇവർ തന്നേക്കുന്നത്. അപ്പോൾ അവസാനം തന്നിരിക്കുന്ന 4s2 ആണ്. അപ്പോൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാം എസ്സിൽ ഓൾറെഡി 2 എണ്ണം പോസിബിളാണ്. 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ല. അപ്പോൾ ഈ 4s2 എടുത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ എല്ലും എസ്സും ജെയും ഒക്കെ 0 അങ്ങനെയാണെങ്കിൽ 3d2 എടുക്കാൻ പറ്റും, കാരണം ഇത് ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള കേസിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താണെങ്കിലും അവിടെ എഫക്റ്റ് ഇല്ല. അപ്പോൾ 3d2 എടുത്തിട്ട് വേണം എനിക്ക് ഇതിൻ്റെ അകത്ത് പോസിബിൾ നൊട്ടേഷൻസ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യമേ പോയി 4s2 എടുത്ത് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് ഒരു എഫക്റ്റും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 3d2 എടുക്കുക. ക്വസ്റ്റ്യൻസിനൊക്കെ ഒരേ പാറ്റേൺ ആണ്. d2നെ എടുത്തു. d2ൻ്റെ L1 എന്ന് പറയുന്നതും 2 ആയിട്ട് എടുക്കണം. L2 എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് വെക്കണേ, 2 ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് L പ്ലസ് L2 തൊട്ട് മോഡുലസ് ഓഫ് L1 മൈനസ് L. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് നോട്ട് ചെയ്ത് വെച്ചോണ്ട്. ഇത് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 + 2 എന്ന് വെച്ചാൽ 4 ആണ്. 2 - 2 എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് 0. അപ്പോൾ 4 തൊട്ട് 0 വരെയാണ് ക്യാപിറ്റൽ Lൻ്റെ വാല്യൂ. അപ്പോൾ Lൻ്റെ വാല്യൂ, അതുപോലെ തന്നെ S1ൻ്റെ വാല്യൂ ഹാഫും S2ൻ്റെ ഹാഫാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ S എന്ന് പറയുന്നത് S1 + S2 തൊട്ട് എക്സെട്ര S1 മൈനസ് S2 വരെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് എന്താണെങ്കിലും 1 ആണ്, എക്സെട്ര -0. അപ്പോൾ 0 1, ഏതായാലും ഇത് 2 എണ്ണേ ഉള്ളൂ, 0 1. അപ്പോൾ ക്യാപിറ്റൽ എസിൻ്റെ വാല്യൂവും കിട്ടി. അപ്പോൾ എല്ലിൻ്റെ വാല്യൂവും എസിൻ്റെ വാല്യൂവും കിട്ടി. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് 4 3 2 1 0. എസിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 0 1. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നിനെയും എടുക്കാം. അതായത് ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കണം. അപ്പം എങ്ങനെ വരും? അപ്പോൾ സൊല്യൂഷൻസ് നോക്കിയേ, ഇത് കണ്ടാൽ മനസ്സിലാവും സൊല്യൂഷൻസ്. അതായത് നമ്മൾ L1ഉം L2 എല്ലാം എടുത്തു, അതിനുശേഷം ഒരു എസ്സിനെ എല്ലാം കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്തു, ഒരു എല്ലിനെ എല്ലാം കൊണ്ടും. അപ്പോൾ S = 0 L = 4 ആകുമ്പം L 4 എന്ന് പറയുമ്പോൾ G ആയി, SPDFG അങ്ങനെയായി. അപ്പോൾ Gയെ മൾട്ടിപ്ലിസിറ്റി 1, കാരണം S 0 ആണ്. S 0 ആണെങ്കിൽ 2 × 0 + 1 1. ജെയുടെ വാല്യൂ പ്ലസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ 1G4 1D2 1S0 ആ ഒരു കേസ് കിട്ടി. അതായത് ആ സ്റ്റേറ്റുകളെല്ലാം തന്നെ ഇതിന് പോസിബിളാണ്. പിന്നെ അടുത്ത കേസ് എടുക്കുക, S = 1 L = 3. അതായത് 1 വെച്ചിട്ട് 4 1 1 4 1 3 എല്ലാം വെച്ച് ചെയ്യുക. അപ്പോഴും നമുക്കൊരു റെസ്പെക്റ്റീവായിട്ടുള്ള ഉത്തരം കിട്ടും. S = 1 L = 3 വെച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു റെസ്പെക്റ്റീവായിട്ടുള്ള ഉത്തരം കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് 1F3 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഓപ്ഷനിലേക്ക് തിരിച്ചു പോകാൻ നോക്കുക. 1F3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോസിബിൾ അല്ല. ഇത് ബോർഡിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കുക, ഓരോന്നിനെയും റെപ്രസെൻ്റായിട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെയാണ് LS കപ്ലിംഗ് സ്കീമിൽ ടേം അറൈസ് ചെയ്യുന്ന 2 നോൺ ഇക്വലൻ്റ് P ഇലക്ട്രോൺസിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് LS കപ്ലിങ്ങിനെ കുറിച്ചൊന്ന് പറയാം. 2 തരത്തിലുള്ള കപ്ലിംഗ് ആണുള്ളത്, LS ആൻഡ് JJ. L എന്ന് വെച്ചാൽ എന്താണ്, ഓർബിറ്റലും സ്പിന്നും. JJ എന്ന് വെച്ചാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം അല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ LS കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ആകെ അറിയേണ്ട ഒരു കാര്യം, LS കപ്ലിംഗ് എപ്പോഴും ലൈറ്റർ ആയിട്ടുള്ള ആറ്റത്തിന് വേണ്ടിയാണ് ഉള്ളത്. ലൈറ്റർ ആറ്റം നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഹെവിയർ ആറ്റം, അതായത് ലൈറ്റർ ആറ്റത്തിനുള്ള കപ്ലിംഗ് ഏതാണെന്ന് ചോദിക്കും. LS കപ്ലിംഗ്, ഹെവിയറിനുള്ളത് JJ. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റൊക്കെ വായിച്ച് നോക്കുക. ഞാൻ വേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. LS കപ്ലിങ്ങിൻ്റെ വേറൊരു പേരാണ്
LS കപ്ലിങ്ങിൻ്റെ ഈ ഒരു പേരിലും കൂടെ LS കപ്ലിംഗ് അറിയപ്പെടാറുണ്ട്. പിന്നെ LS കപ്ലിംഗ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൂ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LS കപ്ലിംഗ് എന്ന് വിചാരിക്കുമ്പോൾ ഓർത്താൽ നമുക്ക് ഇപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ അതൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആറ്റം ഉണ്ട്, അതിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് എന്താണ് വർക്ക് ചെയ്യുക. അതായത് ഒരു ഗ്രൂപ്പ് വർക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അത് LS കപ്ലിംഗ് ആയിരിക്കും. അതേസമയം JJ കപ്ലിംഗ് ആണെങ്കിൽ ആ ആറ്റത്തിലെ ഓരോ ഇലക്ട്രോൺസും ഇപ്പം നമ്മളൊരു ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ ആൾക്കാരും എന്താണ് ആ കിരീടത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് പോലെ ഓർത്താൽ മതി. അപ്പം ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള എഫക്റ്റാണ് അവിടെ JJ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇലക്ട്രോണിൻ്റെ എല്ലും എസ്സും ഓരോന്നിൻ്റെ എല്ലും എസ്സും വെച്ചിട്ടാണ് J കാണുക. അതേസമയം LS കപ്ലിംഗ് ആകുമ്പോൾ എല്ലാത്തിൻ്റെയും അതിനകത്തുള്ള എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും എല്ലും എസ്സും കൂടെ ആയിരിക്കും നോക്കുക. ഇവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഗെയിം ആണെങ്കിൽ ഇവിടെ ഗ്രൂപ്പായിട്ടുള്ള ഗ്രൂപ്പ് വർക്കാണ് നടക്കുക. ഇത്രയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് കൂടുതൽ ടെക്സ്റ്റിൽ വായിച്ച് നോക്കുക വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കൺസെപ്റ്റ് സെപ്പറേറ്റ് ചെയ്യാത്ത PYQസിൻ്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇതിൽ വരുന്നതാണ് ഇക്വലൻ്റ് ആൻഡ് നോൺ ഇക്വലൻ്റ് എന്ന് പറഞ്ഞ് 2 കേസുകളുണ്ട്. ഇക്വലൻ്റ് ഇലക്ട്രോൺ അതായത് LS കപ്ലിങ്ങിൽ വരുന്നതാണ് ഇക്വലൻ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, നോൺ ഇക്വലൻ്റ് എന്ന്. അപ്പോൾ ഇക്വലൻ്റ് ഇലക്ട്രോൺ എന്താണെന്ന് വെച്ചാൽ N ആൻഡ് L വാല്യൂസ് സെയിം ആയിരിക്കും. 2 or more ഇലക്ട്രോൺസിനെ നമ്മൾ ഇക്വലൻ്റ് എന്ന് പറയുകയാണെങ്കിൽ NL വാല്യൂ സെയിം ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ മക്കളെ, P2 P3 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ N എന്ന് പറയുന്നത് 2 ആണ്, ഇതിൻ്റെ N എന്ന് പറയുന്നത് 2 ആണ്, ഇതിൻ്റെ L എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 1 ആണ്, ഇതിൻ്റെ L എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ NL വാല്യൂ സെയിം ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എന്തായിരുന്നു, ഈക്വലൻ്റ് എന്ന് പറയുന്നത്. അല്ലാത്തതിനെ നോൺ ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ എല്ലും എസ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ P ഓർബിറ്റലിൻ്റെ നമ്മളോട് നേരത്തെ P ഇലക്ട്രോണിൻ്റെ നോൺ ഈക്വലൻ്റ് എന്ന് പറയുമ്പോൾ P സെയിം, അപ്പോൾ L സെയിം ആണ് ആണല്ലോ, അപ്പോൾ അവിടുത്തെ വ്യത്യാസം N-നായിരിക്കും കേട്ടോ. ഇത് CSIR നെറ്റ് 2017 ചോദിച്ച ഭാഗമാണ്. ആറ്റമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേഷൻസ് തന്നിട്ടുണ്ട്. അഡ്ജസൻ്റ് ലെവൽസ് ഓഫ് എ നോർമൽ മൾട്ടിപ്ലൻ്റ് ആർ ഫൗണ്ട് ടു ബി. അപ്പം ഈ ഒരു കേസ് ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്ലൻ്റ്, ട്രിബിലറ്റ് അങ്ങനെയുള്ള വാക്കുകളുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോർമലി പറഞ്ഞാൽ. ഇപ്പോൾ എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻ്റ് ലെവൽസ് ഓഫ് എ നോർമൽ മൾട്ടിപ്ലൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അസ്യൂം ദ മൾട്ടിപ്ലൻ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ലെവൽ ബൈ ദ LS കപ്ലിംഗ് സ്കീം ആൻഡ് ദ ലാൻഡേസ് ഇൻ്റർവൽ റൂൾ. അതായത് ഇതാണ് ആക്ച്വലി ലാൻഡേസ് ഇൻ്റർവൽ റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടേം നൊട്ടേഷൻസ് ആണ് കണ്ടുപിടിക്കുക. ഒന്നും ഓർക്കേണ്ട, ആകെ സെപ്പറേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡ്ജസൻ്റ് ലെവലുകൾ തമ്മിലുള്ള സെപ്പറേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആക്ച്വലി ഇഫ് യു ആർ ഗിവൺ 2 എനർജി ഗ്യാപ്സ്, അപ്പോൾ ആ 2 എനർജി ഗ്യാപ്പുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കുക, 2 എനർജി ഗ്യാപ്പാണ് തരുന്നതെങ്കിൽ അവിടെ 3 ലെവൽ സ്പേസിങ് നടക്കും. 3 ലെവൽ ഓഫ് സ്പേസിങ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. 2 എനർജി ലെവലാണ് തന്നിരിക്കുന്നതെങ്കിൽ 3 സ്പേസിങ് നടക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഗ്രൗണ്ട് സ്റ്റേറ്റ് N=1 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് N=2 ആണ്. ആ സെയിം, അതായത് ഫസ്റ്റ് എനർജി അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് N=2 ആണ്, അല്ലാതെ N=1 അല്ല. ആ സെയിം സെൻസിൽ തന്നെ 2 എനർജി ലെവലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 3 ഗ്യാപ്പ് അഡീഷണൽ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ കേട്ടൊരു വാക്കുണ്ട്, ലാൻഡേ ഇൻ്റർവൽ റൂൾ അല്ലേ? എന്തായിരുന്നു? ലാൻഡേ ഇൻ്റർവൽ റൂൾ. ലാൻഡേ ഇൻ്റർവൽ റൂൾ എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ ടേം സെപ്പറേഷൻ ഇൻ ഡബ്ലറ്റ് ഓർ മൾട്ടിപ്ലൻ്റ് ഇലക്ട്രോൺ സിസ്റ്റത്തിലുള്ള ടേം സെപ്പറേഷൻ കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പ്ലിറ്റിംഗ് കഴിഞ്ഞു. ഇനിയുള്ള വാക്ക് ഓർക്കേണ്ടത് ടേം സെപ്പറേഷൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ അതായത് ഒത്തിരി ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റത്തിൻ്റെ ടേം സെപ്പറേഷൻ അല്ലെങ്കിൽ എനർജി ലെവലുകളുടെ സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ലാൻഡേ ഇൻ്റർവൽ റൂളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് E ടൈംസ് ഓഫ് J+1 മൈനസ് E ഓഫ് J ഈസ് ഈക്വൽ ടു AH² J+1. ഇതാണ് ലാൻഡേ ഇൻ്റർവൽ റൂൾ. അപ്പോൾ ടേം സെപ്പറേഷൻ ഇൻ ഡബലറ്റ് ഫോർ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ
എടുക്കും. അപ്പോൾ ഈ J+1 ഈ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ആംഗുലർ മൊമെൻറ്റോ ആണോ രണ്ട് ലെവലിൽ ഏത് ആംഗുലർ മൊമെൻറ്റോ ആണോ ഹയസ്റ്റ് അതായിരിക്കും നമ്മൾ J ആയിട്ട് എടുക്കുക. നോക്കാം. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻസ് ആണ് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വിഷമിക്കേണ്ട, ഏതായാലും സെപ്പറേഷൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ 2 അഡ്ജസ്റ്റൻ്റ് ലെവൽ സെപ്പറേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് 22 സെൻറ്റിമീറ്റർ ഇൻവേഴ്സും അതുപോലെ തന്നെ 33 സെൻറ്റിമീറ്റർ ഇൻവേഴ്സും. അപ്പോൾ 2 സെപ്പറേഷൻ, എനർജി സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് 3 ലെവലുകൾ തമ്മിലുള്ള സ്പേസിങ് എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 എനർജി ലെവലുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതായത് 2 അഡ്ജസ്റ്റൻ്റ് ലെവൽ സെപ്പറേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2 അഡ്ജസ്റ്റൻ്റ് ലെവൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ 3 ലെവൽസ് അവിടെ പോസിബിൾ ആണെന്ന് വിചാരിക്കുക. 2 അഡ്ജസ്റ്റൻ്റ് എനർജി ലെവൽ ഉണ്ടെങ്കിൽ 3 ലെവൽ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? അതിൻ്റെ അർത്ഥം E1 E2 E3 ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. 2 എനർജി ഗ്യാപ്പുകളാണ് ഉള്ളത്. അപ്പം ഞാൻ പറയാണ് എന്താണ് E1 E2 എനർജി ഗ്യാപ്പാണ് 22 സെൻറ്റിമീറ്റർ, E2 E3 33 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കതിനെ ഒന്ന് എഴുതാം. അപ്പോൾ ഇത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നുള്ള രീതിയിൽ എഴുതി. ഇനി എന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടീസ് ചെയ്യണം. സെപ്പറേഷൻ തന്നു, 2 ലെവൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ 3 എനർജി പോസിബിളാണ് എഴുതി. ഇനി ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. റേഷ്യോ എന്ന് വെച്ചാൽ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ. അപ്പോൾ E3 മൈനസ് E2 ബൈ E2 മൈനസ് E1 ചെയ്യുക. അല്ലെങ്കിൽ വലുത് ബൈ, അപ്പോൾ വലുത് 33 ആണ്, ബൈ 22 ചെയ്യുക. അപ്പോൾ ഏകദേശം 1.5 എന്ന് കിട്ടും. അത് ഫ്രാക്ഷനിൽ എഴുതുക 3/2. അപ്പോൾ 3/2 എന്ന് കിട്ടി. എന്നിട്ട് നൊട്ടേഷൻ കിട്ടിയില്ലല്ലോ. അപ്പോൾ മക്കൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നൊട്ടേഷൻ എഴുതുക എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും JLS ഒക്കെ വേണം. ഇനി എനർജിയുടെ റേഷ്യോ കിട്ടി, ഇതിൽ നിന്ന് എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കാമെന്ന് അടുത്തത് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് 3/2 ആണ് എനർജിയുടെ ഇതെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ജെയുടെ വാല്യൂസാണിത്. അതായത് ജെ എന്ന് പറയുന്നത് എന്താവും? 1 2 3. ഇത് ഞാൻ ക്ലൂ പറഞ്ഞു തരുക. 3/2 എന്നാണ് എനർജി കിട്ടുന്നതെങ്കിൽ ഒന്ന് പുറകിലോട്ട് കൂടെ എടുക്കണം. അതായത് 2ഉം 3 എന്താണെങ്കിലും വരും, ഇതിൻ്റെ പുറകിലുള്ള ടേമും വരും. അതാണ് ജെയുടെ വാല്യൂ. ഇത് എളുപ്പത്തിൽ പറഞ്ഞു തരുക കേട്ടോ. അപ്പോൾ ജെയുടെ വാല്യൂ അങ്ങനെ എടുക്കുക. ഇതിൽ നിന്ന് ജെ മാക്സ് ഏതാണെന്ന് നോക്കുക. ജെ മാക്സ് ഏതായാലും 3 ആണ്. ഇതിൽ നിന്ന് ജെ മിനിമം ഏതാണെന്ന് നോക്കുക. 1 ആണ്. ഇതിൽ രണ്ടിലും പെടാതെ നടുക്ക് കിടക്കുന്നതായിരിക്കും L. ഇത് ഞാൻ ക്ലൂ പറഞ്ഞു തരുവാണ് കേട്ടോ. ഇത് എളുപ്പം ഓർത്ത് വെക്കാനായിട്ട് മിസ്സ് പറഞ്ഞു തരുന്നതാണ് ഇങ്ങനെ. അപ്പോൾ L അതാണ്. ഇനിയും ജെ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? L ± S ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എസ് കാണണം. എസ് കാണണം. എസ് അല്ല, ജെ കാണണം. ജെ എന്ന് പറയുന്നത് എന്താണെങ്കിലും L ± S ആയിരിക്കും. ഓക്കെ, ജെ കാണേണ്ട കാര്യമില്ലല്ലോ. അത് ഭയങ്കര മിസ്റ്റേക്കാണ് പറഞ്ഞത്. ജെ കാണേണ്ട കാര്യമില്ല. ജെ ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എസ് കാണണം. എസ് കാണാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലിസിറ്റി അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു 2 സെപ്പറേഷൻ ഉണ്ടെങ്കിൽ 3 എനർജി ഗ്യാപ്പ് ആണുള്ളത്. അപ്പോൾ 3 ആണ് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി. മൾട്ടിപ്ലിസിറ്റി എത്ര മൾട്ടിപ്ലൈഡ് ആവുന്നു? അപ്പോൾ 2s + 1 ആണ് മൾട്ടിപ്ലിസിറ്റി കാണാൻ. അത് 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2s എന്ന് പറയുന്നത് 3 - 1 ആയിരിക്കും. 2s എന്ന് പറയുന്നത് 2, അങ്ങനെയാണെങ്കിൽ s എന്ന് പറയുന്നത് 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ. ജെ എന്താണ്? ജെ 1 2 3 ആണ്. L കണ്ടുപിടിച്ചു, S കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നൊട്ടേഷൻ 2s + 1 വെച്ചിട്ട് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആൻസർ എന്ന് പറയുന്നത് 3D 1 2 3. നൊട്ടേഷൻസ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ഭയങ്കര സിമ്പിളാണ്. അതായത് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് ബിറ്റ്വീൻ എന്താണ് 2p, അതായത് 2p 3/2 2p 3/2 ലെവൽസ് ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ആണ് തന്നിരിക്കുന്നത്. അതായത് ഓൾറെഡി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പോസിബിളായിട്ടുള്ള സ്പ്ലിറ്റിങ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിഥിയം 2+ കണ്ടുപിടിക്കണം. അപ്പോൾ ലിഥിയം 2+ എന്ന് പറയുമ്പോൾ അതൊരു അയോണാണ്. മാത്രമല്ല അത് ഹൈഡ്രജൻ ലൈക്കാണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്കായിട്ടുള്ള സംഭവത്തിൻ്റെ സ്പ്ലിറ്റിങ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൺസെപ്റ്റ് പഠിച്ചു. ΔT ആണ് സ്പ്ലിറ്റിങ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z³/N. ഇനി ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം TH Z³/N. അപ്പോൾ TH എന്ന് വെച്ചാൽ ടേം സ്പ്ലിറ്റിംഗ് ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട് 0.4. Z³ എന്ന് പറയുന്ന ആറ്റമിക് നമ്പർ. ഏത് ആറ്റത്തിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത്? ലിഥിയമാണ് ഇവിടെ. ലിഥിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 3 ആണ്. അപ്പോൾ 3³ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം. ഓക്കെ, 3³ 0.4 ചെയ്യുക. അപ്പോൾ ഉത്തരം 32.4 കിട്ടും കേട്ടോ. ഇനി ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ഇതൊന്നുമില്ല, ഇത് ലാൻഡേജി ഫാക്ടർ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. എല്ലാം തന്നിട്ടുണ്ട്. ലാൻഡേജി ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1 + j × j + 1. ഒരു മിനിറ്റ്. ലാൻഡേജി ഫാക്ടർ കണ്ടുപിടിക്കാൻ G = 1 + j × j + 1 - L × L + 1 + S × S + 1 ടൈംസ് 2 × 2j × j + 1. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് വേണം അതിനെ 1 കൊണ്ട് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ LCM കോമൺ എടുക്കുന്നത് പഠിച്ചു വെക്കണം കേട്ടോ. അങ്ങനെ സോൾവ് ചെയ്താൽ മതി. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ ലാൻഡേജി ഫാക്ടർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. സിമ്പിൾ കാൽക്കുലേഷനാണ്. പക്ഷേ LCM ഒക്കെ കോമൺ എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമൊക്കെ കോമൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, ഞാൻ കമൻറ്റ് ചോദിച്ചേക്കാം. അതപ്പോൾ ലാൻഡേജി ഫാക്ടർ എന്താണെങ്കിലും ഗേറ്റിന് ഷുവർ ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഗേറ്റിന് കുറേ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ലാൻഡേജി ഫാക്ടറൊക്കെ കണ്ടുപിടിക്കാൻ കേട്ടോ. CSIR-നും ചോദിച്ചിട്ടുണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അത്രയും ആയല്ലോ. അപ്പോൾ ഒന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണേ. അടുത്ത നോക്കിക്കേടാ, ഇത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ഓഫ് ആൻ എലമെൻറ്റ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് 3D ക്യൂബാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പെക്ട്രൽ സിമ്പിൾ ഫോർ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം 3D ക്യൂബ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ സ്റ്റേറ്റിൻ്റെ ഔട്ടർ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ കുറച്ചുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഠിച്ച രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ബോക്സൊക്കെ വരച്ചിട്ട് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോയെന്ന്. എനിവേ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. അതായത് P1 കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഗ്രൗണ്ട് ടേംസ് ആണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. P2 ആകുമ്പോൾ ഇത്രയും, P3 ആകുമ്പോൾ ഇത്രയും. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും മിസ് വരച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണേ. ഈ ഓരോ കേസും ഇപ്പോൾ കൂടുതലായിട്ടും ഗേറ്റിനും നെറ്റിനും ചോദിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് പോസിബിളായിട്ടുള്ള സ്റ്റേറ്റുകൾ പഠിച്ചു വെക്കുക. പോസിബിൾ സ്റ്റേറ്റുകൾ പഠിച്ചു